ഹായ്, അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് +2 എക്കണോമിക്സ്. നമ്മൾ ചാപ്റ്റർ 3യുടെ ഫസ്റ്റ് പോർഷൻ കഴിഞ്ഞ ദിവസം എടുത്തായിരുന്നു, പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നെക്സ്റ്റ്, ദ ഷോർട്ട് റൺ ആൻഡ് ദ ലോങ് റൺ. ഷോർട്ട്, ലോങ്, ആ വാക്കിൽ തന്നെ ഉണ്ട്. അത് എന്താണ്? ഷോർട്ട് റൺ എന്ന് പറയുന്നത് പീരീഡ് ഇൻ വിച്ച് എ ഫേം കനോട്ട് വേരി ഓൾ ഇൻപുട്സ്. എല്ലാ ഇൻപുട്സും, അതായത് ഒരു ഉൽപ്പാദനത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻപുട്സിലും മാറ്റം വരുത്താൻ സാധിക്കാത്ത കാലയളവാണ് ചെറിയ ഹ്രസ്വ കാലയളവ്. ഇതിനെയാണ് ഷോർട്ട് റൺ എന്ന് പറയുന്നത്. ഈ ഇൻപുട്സുകളെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, വേരിയബിൾ ഇൻപുട്ടും ഫിക്സഡ് ഇൻപുട്ടും. അപ്പോൾ ഈ വേരിയബിൾ ഇൻപുട്ടിൽ മാത്രമേ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റുള്ളൂ ചെറിയ കാലയളവിൽ. ഫിക്സഡ് ഇൻപുട്ടിൽ ചെറിയ കാലയളവിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കില്ല, കാരണം അതിന് ഇറ്റ്സ് ഓൺ ടൈം, അതിനനുസരിച്ചുള്ള ടൈം എടുക്കും അത്. അപ്പോൾ സൈസ് ഓഫ് ദ ഫാക്ടറി, ബിൽഡിങ്ങിൻ്റെ സൈസ് കൂട്ടണം, ചെറിയ കാലയളവിൽ പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. പുതിയൊരു ടെക്നോളജി, ഇതൊന്നും പെട്ടെന്ന് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ഹ്രസ്വ കാലയളവിൽ വേരിയബിൾ ഇൻപുട്സിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മാറ്റങ്ങൾ വരുത്താനായിട്ട് പറ്റുള്ളൂ. എല്ലാ ഉൽപ്പാദന ഘടകങ്ങളുടെ അളവിൽ മാറ്റം വരുത്താൻ സാധിക്കാത്ത കാലയളവിനെയാണ് നമ്മൾ ഷോർട്ട് റൺ എന്ന് പറയുന്നത്. എല്ലാ ഉൽപ്പാദന ഘടകങ്ങളിലും മാറ്റം വരുത്താൻ സാധിക്കുന്ന കാലയളവാണ് എന്ത്? ലോങ് റൺ. ലോങ് ടൈമിലേക്ക് നമുക്ക് എല്ലാത്തിനും മാറ്റം വരുത്താം, എല്ലാ ഘടകങ്ങളിലും നമുക്ക് മാറ്റം വരുത്താം. ലോങ് റൺ ഈസ് എ പീരീഡ് ഇൻ വിച്ച് ദ ഫേം ക്യാൻ വേരി ഓൾ ഇൻപുട്സ്. അവിടെ ഷോർട്ട് ടൈം എന്നോ ലോങ് ടൈം എന്നോ ഒന്നുമില്ല, എല്ലാ ഇൻപുട്സിലും, ഫിക്സഡ് ആയാലും വേരിയബിൾ ആയാലും എല്ലാ ഇൻപുട്സിലും നമുക്ക് വ്യത്യാസങ്ങൾ, ചേഞ്ചസ് വരുത്താം, ഘടകങ്ങളിൽ മാറ്റം വരുത്താൻ പറ്റുന്ന കാലയളവിനെയാണ് ലോങ് റൺ ലോങ് റൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനും ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അപ്പോൾ ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. ദ എഫക്റ്റ് ഓഫ് പ്രൊപ്പോർഷണേറ്റ് ചേഞ്ച് ഇൻ ഓൾ ഇൻപുട്സ്. മൊത്തം ഇൻപുട്സിൽ മാറ്റം വരുമ്പോൾ ഔട്ട്പുട്ടിൽ ഉണ്ടാവുന്ന എഫക്റ്റ്, അതിനെയാണ് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത്. എന്നാണ് എഫക്റ്റ് ഓഫ് പ്രൊപ്പോർഷണേറ്റ് ചേഞ്ച് ഇൻ ഓൾ ഇൻപുട്സ് ഓൺ ഔട്ട്പുട്ട്. നമ്മൾ എല്ലാ ഇൻപുട്ടിലും വ്യത്യാസം വരുത്തുമ്പോൾ ഔട്ട്പുട്ടിൽ ഉണ്ടാവുന്ന, ടോട്ടൽ പ്രൊഡക്റ്റിൽ ഉണ്ടാവുന്ന ആ വ്യത്യാസത്തെയാണ് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സിൻസ് പ്രൊപ്പോർഷൻ ബിറ്റ്വീൻ ഇൻപുട്സ് ആർ ഫിക്സഡ്, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഫിക്സഡ് പ്രൊപ്പോർഷൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഇതിനെ ഏത് പേരിലും അറിയപ്പെടുന്നുണ്ട്? ഫിക്സഡ് പ്രൊപ്പോർഷൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്നും അറിയപ്പെടുന്നു. അടുത്തത് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ. ഷോർട്ട് റൺ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ദ സിറ്റുവേഷൻ ഇൻ വിച്ച് ആപ്ലിക്കേഷൻസ് ഓഫ് വൺ ഫാക്ടർ ഈസ് വേരിഡ്. ഒരു ഫാക്ടർ മാത്രമേ വേരി ചെയ്യുള്ളൂ, വൈൽ ഓൾ അതർ ഫാക്ടേഴ്സ് ആർ കെപ്റ്റ് കോൺസ്റ്റന്റ്. ബാക്കി ഒന്നിലും മാറ്റൂല. ഒരു ഫാക്ടർ, ഏതെങ്കിലും ഒരു വേരിയബിൾ, അത് വേരി ചെയ്യും, വൈൽ ഓൾ അതർ ഫാക്ടേഴ്സ് ആർ കെപ്റ്റ് കോൺസ്റ്റന്റ്. ബാക്കി എല്ലാവരും മാറ്റമില്ലാതെ തന്നെ നിലനിൽക്കും. ദിസ് ടൈപ്പ് ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് നോൺ ആസ് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ഓർ ലോ ഓഫ് റിട്ടേൺസ് ടു എ ഫാക്ടർ. മറ്റേത് റിട്ടേൺസ് ടു സ്കെയിൽ, ലോങ് ടൈമിലേക്കാണ്. ഇത് ഒരു ഫാക്ടറിലാണ്. അപ്പോൾ ലോ ഓഫ് റിട്ടേൺസ് ടു എ ഫാക്ടർ എന്നറിയപ്പെടുന്നു ഏത്? ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. നെക്സ്റ്റ്, പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ നമ്മുടെ ഇൻപുട്ടിൻ്റെ ഔട്ട്പുട്ടിൻ്റെ റിലേഷൻഷിപ്പ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് 3 രീതിയിലാണ്. 3 ടേംസ് ഉപയോഗിച്ചിട്ട് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. ടോട്ടൽ പ്രൊഡക്റ്റ്, ആവറേജ് പ്രൊഡക്റ്റ് ആൻഡ് മാർജിനൽ പ്രൊഡക്റ്റ്. എന്താണ് ടോട്ടൽ പ്രൊഡക്റ്റ്? ടോട്ടൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ്, മൊത്തം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടോട്ടൽ പ്രൊഡക്റ്റ്. എങ്ങനെ? വെൻ എ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഓഫ് വൺ വേരിയബിൾ ഇൻപുട്ട് എലോൺ ഈസ് അഫക്റ്റഡ് വൈൽ ഓൾ അതർ ഇൻപുട്സ് റിമെയിൻ കോൺസ്റ്റന്റ്. ബാക്കി എല്ലാ ഇൻപുട്ടും കോൺസ്റ്റന്റ് ആയി നിന്നുകൊണ്ട് ഒരു വേരിയബിളിൽ മാത്രം ചേഞ്ചസ് വരുത്തി നമ്മൾ മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോട്ടൽ പ്രൊഡക്റ്റിനെ, എത്രത്തോളം പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, ആ ടോട്ടൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസിനെയാണ് എന്ത് പറയുന്നത്? ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി ആവറേജ് പ്രൊഡക്റ്റ് എന്താണ്? ഇറ്റ് ഈസ് ദ ഔട്ട്പുട്ട് പെർ യൂണിറ്റ് ഓഫ് എ വേരിയബിൾ ഇൻപുട്ട്. ഒരു വേരിയബിൾ ഇൻപുട്ട് വെച്ചിട്ടുള്ള പെർ യൂണിറ്റ് ഔട്ട്പുട്ടിനെയാണ് നമ്മൾ ആവറേജ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അതായത് ടോട്ടൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ഡിവൈഡഡ് ബൈ ലേബർ. ടോട്ടൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ഡിവൈഡഡ് ബൈ ലേബർ. അപ്പോൾ നമുക്ക് ആവറേജ് പ്രൊഡക്റ്റ് കിട്ടും. ഇനി മാർജിനൽ പ്രൊഡക്റ്റ് എന്താണ്? ഇറ്റ് ഈസ് ദ അഡീഷൻ മെയ്ഡ് ടു ദ ടോട്ടൽ പ്രൊഡക്റ്റ് ഓഫ് ത്രൂ ദ അഡീഷൻ ഓഫ് 1 യൂണിറ്റ് ഓഫ് വേരിയബിൾ ഇൻപുട്ട്. ഒരു യൂണിറ്റ് ഓഫ് വേരിയബിൾ ഇൻപുട്ട്, ഒരേ ഒരു യൂണിറ്റ് വേരിയബിൾ ഇൻപുട്ടിൽ വ്യത്യാസം വരുത്തി ടോട്ടൽ പ്രൊഡക്റ്റിൽ വരുന്ന അഡീഷൻസ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാർജിനൽ പ്രൊഡക്റ്റ്. ഇറ്റ് ഈസ് ദ അഡീഷൻ മെയ്ഡ് ടു ദ ടോട്ടൽ പ്രൊഡക്റ്റ്. ടോട്ടൽ പ്രൊഡക്റ്റിൽ
അഡീഷൻസ് വരാം. എങ്ങനെ അഡീഷൻസ് വരും? 1 യൂണിറ്റ് ഓഫ് വേരിയബിൾ, ഒരു വേരിയബിൾ ഇൻപുട്ട് ആഡ് ചെയ്തുകൊണ്ട് ടോട്ടൽ പ്രൊഡക്റ്റിൽ വ്യത്യാസം വരുത്തുന്നതിനെയാണ്. ബാക്കിയെല്ലാം കോൺസ്റ്റന്റ് ആയിരിക്കും. ഒരേ ഒരു യൂണിറ്റ് ആഡ് ചെയ്തുകൊണ്ട് ടോട്ടൽ പ്രൊഡക്റ്റിൽ വ്യത്യാസം വരുത്തുന്നതാണ് എന്ത് പറയുന്നത്? മാർജിനൽ പ്രൊഡക്റ്റ്. അപ്പോൾ മാർജിനൽ പ്രൊഡക്റ്റിന്റെ ഇക്വേഷൻ എന്താണ്? ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ബൈ ചേഞ്ച് ഇൻ ഇൻപുട്ട്. നെക്സ്റ്റ് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ ലേബർ തന്നിട്ടുണ്ട് നമുക്ക് 0, 1, 2, 3, 4, 5, 6 TPL, അതായത് ടോട്ടൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ 0, 1, 3, 7, 10, 12, 13. അപ്പം നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ആവറേജ് പ്രൊഡക്റ്റ് ഓഫ് ലേബർ ദാറ്റ് ഈസ് ഇക്വൽ ടു TP ബൈ ലേബർ. നമ്മൾ ഓൾറെഡി പറഞ്ഞു ടോട്ടൽ പ്രൊഡക്റ്റ് ബൈ ലേബർ. അപ്പോൾ ഇവിടെ ടോട്ടൽ പ്രൊഡക്റ്റ് ആദ്യം 0 ആണ്, ലേബർ 0 ആണ്. അപ്പോൾ എന്താണ്? APL ഇല്ല, അതായത് ആവറേജ് പ്രൊഡക്റ്റ് ഓഫ് ലേബർ ഇല്ല, നോ കൊടുത്തു. അടുത്തെന്താ? 1 ഡിവൈഡഡ് ബൈ 1 TPL ഡിവൈഡഡ് ബൈ L. TPL ഇവിടെ 1 ആണ്, L-ഉം 1 ആണ്. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ 1 1. അടുത്തത് TPL 3 ആണ്, L 2 ആണ്. അപ്പോൾ 3/2. അടുത്തത് TPL 7 ആണ്, L 3 ആണ്. അടുത്തത് TPL 10 ആണ്, L 4 ആണ്. അടുത്തത് 12 5. അടുത്തത് 13 ഡിവൈഡഡ് ബൈ 6. ഇങ്ങനെയാണ് നമ്മൾ എന്ത് കാണുന്നത്? APL കാണുന്നത്. നെക്സ്റ്റ് മാർജിനൽ പ്രൊഡക്റ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? മാർജിനൽ പ്രൊഡക്റ്റ് ഈക്വൽ ടു TPL മൈനസ് TPL മൈനസ് 1. അതായത് നമുക്ക് എന്താണ് ടോട്ടൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ മൈനസ് അതിന് തൊട്ട് മുമ്പത്തെ TPL. അങ്ങനെ കുറച്ച് വന്നതാണ്. അതായത് ഒരു യൂണിറ്റ് ആഡ് ചെയ്യുമ്പോൾ വന്ന വ്യത്യാസമാണല്ലോ, ആ ലേബറിൽ ഓരോ യൂണിറ്റ് ആഡ് ചെയ്തപ്പോൾ വന്ന വ്യത്യാസമാണല്ലോ ഈ മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഒരു യൂണിറ്റ് വേരിയബിൾ, ബാക്കിയെല്ലാം കോൺസ്റ്റന്റ് ആയി നിന്നുകൊണ്ട് ഒരു യൂണിറ്റ് വേരിയബിളിൽ അഡീഷനായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റിൽ വരുന്ന വ്യത്യാസം. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇക്വേഷൻ? TPL മൈനസ് TPL മൈനസ് 1. അതായത് തൊട്ട് മുമ്പത്തത് കുറയ്ക്കണം. അപ്പോൾ ആദ്യത്തേൽ 0 ആണ്, 0യ്ക്ക് മുകളിലൊന്നുമില്ലാത്തതുകൊണ്ട് അങ്ങനെ തന്നെ. രണ്ടാമത്തെ എടുക്കുമ്പോൾ 1 മൈനസ് 0. അടുത്തത് എടുക്കുമ്പോൾ TPL മാത്രം നോക്കിയാൽ മതി, 3 മൈനസ് 1. അടുത്തത് എടുക്കുമ്പോൾ 7 മൈനസ് 3. അടുത്തത് എടുക്കുമ്പോൾ 10 മൈനസ് 7. അടുത്തത് എടുക്കുമ്പോൾ 12 മൈനസ് 10. അടുത്തത് എടുക്കുമ്പോൾ 13 മൈനസ് 2. അതായത് തൊട്ട് മുകളിലത്തെ TPL കുറയ്ക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? MPL.